ഹായ് ഹലോ അപ്പോൾ ആമസോണിൻ്റെ അലക്സ അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ അസിസ്റ്റൻറ്റ് അതേപോലെ തന്നെ ആപ്പിളിൻ്റെ സിരി ഇങ്ങനത്തെ വിർച്വൽ അസിസ്റ്റൻറ്റുകൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൽ പ്രോപ്പർ പ്രോസസ്സിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാനോ ഒന്ന് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് ഇത് കുറച്ച് സ്റ്റെപ്പിലൂടെ കടന്നു പോയിട്ടാണ് ഇതിൽ പ്രോസസ്സ് നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിസണിങ് ആണ്. അത് എപ്പോൾ ഇത് ഓണാക്കി ഇടുമ്പോൾ ഈ ആപ്പിളിൻ്റെ സിരി ആണെന്നുണ്ടെങ്കിൽ ഹേയ് സിരി, അതല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഗൂഗിൾ അല്ലെങ്കിൽ ഹേ ഗൂഗിൾ, അതേപോലെ തന്നെ അലക്സ ആണെങ്കിൽ അലക്സ, ഇങ്ങനത്തെ പ്രത്യേക വേർഡുകളുണ്ട്. അപ്പോൾ ഈ വേർഡുകൾ എന്ത് ചെയ്യുന്നു, എപ്പോഴും ഈ ഡിവൈസുകൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും നമ്മൾ പറയുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആക്റ്റീവ് ആവും. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആക്റ്റീവ് ആകുമ്പോൾ മീൻസ് നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുമല്ലോ, ആ ടാസ്കിൽ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കറക്റ്റായിട്ട് അത് എന്ത് ചെയ്യുന്നു, നമ്മളതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ അത് ശ്രമിക്കും. അതിനുശേഷമാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞ ഈ വോയിസ് കമൻറ്റ് എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കും. അത് എഴുതും, അത് നല്ല ഇൻ്റർനെറ്റിൽ ഡാറ്റയുള്ള സെർവറിലേക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർട്ടിങ് സ്പീച്ച് ടു ടെക്സ്റ്റ് എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ വോയിസ് കമാൻഡ് ആയിട്ടാണല്ലോ കൊടുത്തത്. സ്പീച്ച് റെക്കഗ്നൈസ് എന്നുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ സ്പീച്ച് അല്ലെങ്കിൽ വോയിസ് അത് എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് ഫയലിലേക്ക് റിട്ടൺ വേർഡിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അത് കൂടുതൽ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാനും അതിലേക്ക് ഇതിൻ്റെ പിന്നിലുള്ള ആശയങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് കമ്പ്യൂട്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഇൻറ്റൻറ്റ് എന്നുള്ളത്. അത് നമ്മൾ പറഞ്ഞതിൻ്റെ കറക്റ്റായിട്ട് ഉദ്ദേശിച്ച് നമ്മൾ എന്താണ് ഈ ടാസ്ക് അസൈൻ ചെയ്തല്ലോ അതിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് കറക്റ്റായിട്ട് ഇത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രദ്ധിക്കും. അതായത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നുള്ള ഒരു കാര്യം ഉപയോഗിച്ചിട്ട് ഇത് എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കും. അതിനുശേഷം പിന്നെ സെർച്ചിങ് ഫോർ ആൻസർ എന്നുള്ള കാര്യമാണ്. അതായത് ഈ നമ്മൾ പറഞ്ഞ കാര്യത്തിലുള്ള ആൻസർ സെർച്ച് ചെയ്യാന്നുള്ളതാണല്ലോ ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്ത് ചെയ്യും, ഒന്നുകിൽ ഈ അസിസ്റ്റൻ്റ് സ്വന്തമായിട്ട് ഇൻ്റർനെറ്റിലും മറ്റുമായിട്ട് നല്ല രീതിയിൽ സെർച്ച് ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ആപ്സിലോടോ സർവീസിലോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഇതിൽ ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് റെസ്പോണ്ടിങ് എന്നുള്ളത്. ഈ റെസ്പോണ്ടിങ് എന്നുള്ള സ്റ്റെപ്പിലൂടെ നമ്മൾ ഈ പിന്നെ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ള പ്രോസസ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ അതിലെന്തായാലും കിട്ടിയിരിക്കുന്നത് ടെക്സ്റ്റ് ഫയലായിരിക്കുമല്ലോ, അത് എന്ത് ചെയ്യുന്നു, സ്പീച്ചിലേക്ക് അല്ലെങ്കിൽ വോയിസ് കമൻറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അത് കറക്റ്റായിട്ട് വോയിസിലൂടെ അല്ലെങ്കിൽ സ്പീച്ചിലൂടെ നമുക്ക് അത് റെസ്പോണ്ട് ചെയ്ത് നമുക്ക് അതിൽ ആൻസർ പറഞ്ഞു തരുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിൽ പ്രോസസ്സ് നടക്കുക. അതേപോലെ തന്നെ മറ്റൊരു പ്രോസസ്സ് കൂടി ഉണ്ട് കേട്ടോ, ലേണിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ്. അതായത് ഈ നമ്മൾ പാസ്റ്റിൽ അതായത് മുന്നേ സംസാരിച്ചതും അതേപോലെ ആൻസർ ചെയ്ത ടാസ്കിൽ നിന്നൊക്കെ കൂടുതൽ ഇതിൽ പഠിക്കാൻ കഴിയും. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പിന്നെ കൊടുക്കുന്ന ടാസ്കിലും പിന്നെ ഓരോ കൊടുക്കുന്ന കാലക്രമേണ നമ്മൾ കൊടുക്കുന്ന ഓരോ ടാസ്കിലും എന്ത് ചെയ്യുന്നു, നമുക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് കൂടുതൽ നല്ല നല്ല ആൻസറുകൾ തരാൻ ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇത്രേ ഉള്ളൂ. അതായത് പ്രോപ്പറായിട്ട് ഇതിലെ പ്രോസസ്സ് അതായത് വിർച്വൽ അസിസ്റ്റൻറ്റുകളുടെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും അതേപോലെ തന്നെ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല്ലേ.